ഹായ്, ഞാൻ അഖിൽ. സെൻറ്റർ ഫോർ സയൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റേഴ്സിലേക്ക് പോവുക. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം നമ്മൾ ഇതുവരെ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ വർഷം പഠിച്ചേക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് മാത്രം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാവുന്ന കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. റെസ്റ്റ്, മോഷൻ, നിശ്ചലാവസ്ഥ, ചലനാവസ്ഥ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ലൈവ് ക്ലാസ് ആയിട്ട് എടുക്കാനും പറ്റും. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ. നമ്മൾ ആദ്യം അതിനകത്ത് കുറച്ച് ടേംസാണ് പഠിക്കാൻ പോകുന്നത്. അത് വ്യക്തമായിട്ട് അറിയാമെങ്കിലേ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് മൊത്തം ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾക്ക് ആ ടേംസ് ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് 3 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഒന്നാം ചലന സമവാക്യം, രണ്ടാം ചലന സമവാക്യം, മൂന്നാം ചലന സമവാക്യം എന്ന് പറയുന്ന 3 ഇക്വേഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അതുപയോഗിച്ച് ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രധാനമായിട്ടും പ്രോബ്ലംസ് ആണ് ഇതിനകത്തുള്ളത്. പ്രോബ്ലംസും ഗ്രാഫും മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ടേംസ് ഒക്കെ അറിയണം. അപ്പോൾ അത് നമുക്ക് ആ ടേംസിലേക്ക് പോകാം. ശ്രദ്ധിച്ചേ, അത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടേംസ് ആണ് ഇത്രയും: റെസ്റ്റ്, നിശ്ചലം; മോഷൻ അല്ലെങ്കിൽ ചലനം; ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം; ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്കിതാ റെസ്റ്റും മോഷനും എന്താണെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മളൊരു പൊസിഷൻ പറയുകയാണ്. എക്സ് എന്ന് പറയുന്നൊരു പൊസിഷൻ നമ്മൾ പറയുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ ഒരു 10 മണിക്ക് വന്ന് നോക്കിയപ്പം ഒരു വസ്തുവിൻ്റെ സ്ഥാനം ഇവിടെയാണ്. നിശ്ചിത സമയം കഴിഞ്ഞ് ഒരു 10:05 ആയപ്പോഴും ആ വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ല എങ്കിൽ അതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട 2 അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റാണ് ഏത്? നിശ്ചലാവസ്ഥയും ചലനാവസ്ഥയും. എന്താ നമ്മൾ പറഞ്ഞത്? നമ്മളെല്ലാം സമയബന്ധിതമായിട്ടാണ് പറയുന്നത്. സമയം മാറുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? റെസ്റ്റ് എന്ന് പറഞ്ഞു, അല്ലേ? സമയം മാറുന്നതിനനുസരിച്ച് സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ എന്താണ്? സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നോ ചലനാവസ്ഥ എന്നോ പറയാം. ഓക്കെ ആണല്ലോ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഡെഫിനിഷനൊന്നും വേണ്ട, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് തൊട്ടേ ഡെഫിനിഷൻ എഴുതാൻ തുടങ്ങത്തുള്ളൂ. അടുത്ത ഡിസ്റ്റൻസ് പറയാം. നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്യുക. എക്സ് എന്ന് പറയുന്നൊരു പോയിന്റും വൈ എന്ന് പറയുന്നൊരു പോയിന്റും കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ ആണേ? ഈ എക്സിൽ നിന്ന് വൈയിൽ വരാൻ വേണ്ടി നമുക്ക് എത്ര മാർഗങ്ങളുണ്ട്? നോക്കേ, ഇതുപോലെ നമുക്ക് എക്സിൽ നിന്ന് വൈയിൽ വന്നൂടെ? വരാം. ഇതുപോലെ എക്സിൽ നിന്ന് വൈയിൽ വന്നൂടെ? ഇതുപോലെ വരാം. ഇതുപോലെ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എക്സിൽ നിന്ന് വൈയിൽ വരാം. ഇങ്ങനെയൊക്കെ നമുക്ക് എക്സിൽ നിന്ന് വൈയിൽ വരാം. അപ്പോൾ എക്സിൽ നിന്ന് വൈയിൽ വരാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഓരോരോ അകലം കിട്ടി. ഈ അകലത്തെ എല്ലാം നമുക്ക് ദൂരമെന്ന് പറയാം. ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു സഞ്ചരിച്ച ഏതൊരകലത്തെ നമുക്ക് എന്ത് വിളിക്കാം? ദൂരമെന്ന് വിളിക്കാം. ഈ അകലമെല്ലാം ഒന്ന് നോക്കേ. ഇതിനകത്ത് നേർരേഖ അകലം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രണ്ണം മാത്രമേ ഉള്ളൂ? ഈ വരച്ചിരിക്കുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏത്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നേർരേഖ അകലം. ആ അകലത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ബാക്കി ഏതൊരു അകലത്തെയും ബാക്കി ഏതൊരു ഗ്യാപ്പിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ പറഞ്ഞെന്താ? ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ എന്ന് വിളിക്കാം. സ്ഥാനം നിശ്ചിത സമയം കൊണ്ട് സ്ഥാനം മാറിയെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലനാവസ്ഥ എന്ന് വിളിക്കാം, അല്ലേ? ഒരു വസ്തു സഞ്ചരിച്ചപ്പോൾ അത് നേർരേഖയിലാണ് സഞ്ചരിച്ചതെങ്കിൽ ആ നേർരേഖ അകലത്തെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ, അതാണ് അവിടുത്തെ എന്ത്? ഏറ്റവും ചെറിയ അകലം അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ബാക്കി ഏതൊരു അകലത്തെയും എന്ത് വിളിക്കാം? ദൂരം എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതിക്കോണം. എന്താ അത്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്. 2 ബിന്ദുക്കൾക്കിടയിലെ നേർരേഖ അകലമാണ് സ്ഥാനാന്തരം.
ഓക്കെ ആണല്ലോ, ആ ഡെഫിനേഷൻ തൊട്ട് മതി. അവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഡിസ്റ്റൻസ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലും ഓരോ അകലമല്ലേ, ആ അകലത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അകലത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരത്തിൻ്റെ സിമ്പൽ നമുക്ക് ഡി എന്ന് പറയാം. സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം, യൂണിറ്റ് അല്ല സിമ്പൽ ഒന്ന് ശ്രദ്ധിച്ചോണം, എസ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ സിമ്പൽ എന്താണ്? എസ്. രണ്ടിൻ്റെയും എസ് ഐ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ഏതാണ്? മീറ്റർ. ദാ ഇവിടെ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ സിമ്പൽ എന്താ? എസ്. അപ്പോൾ ഈ അകലം അല്ലെങ്കിൽ ഈ ഗ്യാപ്പിനകത്തെല്ലാം ഏറ്റവും ചെറിയ അകലം അല്ലെങ്കിൽ നേർരേഖ അകലമാണേത്? ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് 4 ടേം നമ്മൾ പഠിച്ചിട്ടുള്ള ഇതിനകത്ത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞ ടേം നമുക്ക് വേണം. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. എന്താ പഠിക്കാൻ പോകുന്നത്? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്ന ഒരു ടേമാണ്. നോക്കാം നമുക്ക്. വെലോസിറ്റി പറയുന്നതിന് മുന്നേ സ്പീഡിൻ്റെ കാര്യം ഒന്ന് പറയട്ടെ. സ്പീഡ് അല്ലെങ്കിൽ വേഗത. ദാ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റ് എത്തണം. എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വൈ എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം. എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വൈ എന്ന് പറയുന്ന പോയിന്റിൽ എത്താൻ ഒരാൾ 15 സെക്കൻഡ് സമയം എടുത്തു. ഓക്കെയാണേ. വേറൊരാൾ 10 സെക്കൻഡ് സമയം എടുത്തോളൂ. അതെന്താ വ്യത്യാസം വന്നത്? ഈ രണ്ടാമത് സഞ്ചരിച്ച ആൾക്ക് എന്ത് കൂടുതലായിരിക്കും? വേഗത കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അയാൾ വേഗത്തിൽ സഞ്ചരിച്ചത് കൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അപ്പോൾ നമ്മൾ വേഗതയൊക്കെ പറയാറുള്ളതാ. പെട്ടെന്ന് എത്തണമെങ്കിൽ നമ്മളെന്താ വേഗത കൂട്ടണമെന്നൊക്കെ പറയും. വേഗത കൂട്ടിയാൽ സഞ്ചരിക്കുന്ന സമയം കുറയും. ഓക്കെ ആണല്ലോ. ദൂരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് പറയുന്ന ടൈമാണ് ഏത്? വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. ദാ അവിടെ ഒരു ഇക്വേഷൻ പറയാം. ആ ഇക്വേഷനിൽ നിന്ന് ഡെഫിനിഷൻ പറയാൻ എളുപ്പം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഇക്വേഷൻ. ഓക്കെ ആണ്. സ്പീഡിൻ്റെ സിമ്പിൾ എസ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഡിസ്പ്ലേസ്മെൻ്റ് സിമ്പിൾ എന്താണ്? എസ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ദാ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിൽ സമയമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും. നിരക്ക്. ഏതാണ്? നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. സമയവുമായി ബന്ധപ്പെട്ട് പറയുമ്പം നമ്മൾ ആ ഡെഫിനേഷനകത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് ഏത്? നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ്. നമുക്ക് വേണമെങ്കിൽ ഡെഫിനേഷൻ ഇങ്ങനെ പറയാം. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അല്ലേ? യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരമാണെന്ത്? വേഗത. നമുക്ക് ഈ നിരക്ക് വെച്ചിട്ടൊന്ന് പറയണം. അപ്പോൾ എന്താ? സ്പീഡ് എന്ന് പറയുന്നത് നിരക്കാണ്, ഒരു റേറ്റാണ്. എന്തിൻ്റെ റേറ്റ് അല്ലെങ്കിൽ എന്തിൻ്റെ നിരക്ക്? സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ. അപ്പോൾ ഡെഫിനേഷൻ നമുക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞ് പഠിക്കാം. സ്പീഡ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഓക്കെയാണ്. ഇക്വേഷനിൽ നോക്കിയാൽ മതി. സ്പീഡ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. സഞ്ചരിച്ച ദൂരത്തിൻ്റെ നിരക്കാണ് വേഗത. അപ്പോൾ ഈ വാക്ക് നമ്മളൊന്ന് പറഞ്ഞേ. ഈ വാക്ക് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ള ഇവിടെ നമ്മൾ പല ഡെഫിനേഷനകത്തും ഈ വാക്ക് ഉപയോഗിക്കും. നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ്. നമ്മളിപ്പോൾ സ്പീഡാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടുന്ന സ്പീഡല്ല, വെലോസിറ്റിയാണ്. പ്രവേഗം എന്ന് പറയുന്ന വാക്കാണ് നമുക്ക് വേണ്ടുന്നത്. ദാ സ്പീഡ് എന്ന് പറയുന്നത് ദൂരത്തിൻ്റെ നിരക്കാണ്, അല്ലേ? ഡിസ്റ്റൻസിൻ്റെ റേറ്റാണ് ഏത്? സ്പീഡ്. അപ്പം വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി വി ഈക്വൽ ടു എസ് ബൈ ടി ആണ്. ഇവിടുത്തെ എസ് എന്താ? ഈ 2-3 തൊട്ട് അങ്ങ് പറയണേ. ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ സിമ്പലാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ സിമ്പലാണ് എന്ത്? എസ്. അത് മറക്കരുത്. അപ്പോൾ ഇവിടുത്തെ ഡെഫിനേഷൻ എന്ന് പറയാം, നേരത്തെ പറഞ്ഞതനുസരിച്ച് പറയാം. ഡിനോമിനേറ്റർ എന്തോ ഉണ്ട്? ടി അല്ലെങ്കിൽ സമയമുണ്ട്. ഡിനോമിനേറ്റർ എന്തോ ഉണ്ട്? ടി അല്ലെങ്കിൽ സമയമുണ്ട്. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നതും ഒരു നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ആണ്. എന്തിൻ്റെ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. അപ്പോൾ ഡെഫിനേഷൻ വേണമെങ്കിൽ എങ്ങനെ പറയണം? വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ഥാനാന്തരത്തിൻ്റെ നിരക്കാണെന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതിൻ്റെ യൂണിറ്റ് ഒന്ന് പറയാം. ദാ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് എന്താ? മീറ്റർ ആണ് അപ്പോഴും മുകളിലുള്ളത്. താഴെ ടൈം അല്ലെങ്കിൽ സമയത്തിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. ആ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന് ഏത് യൂണിറ്റ് പറയാം? മീറ്റർ പെർ സെക്കൻഡ് എന്നൊരു യൂണിറ്റ് പറയാം. ഓക്കെ ആണല്ലോ. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന് ഏത് യൂണിറ്റ് കിട്ടി നമുക്ക്?
മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ടേംസ് ആണ് വെലോസിറ്റിയും, ഇവിടെ നമുക്കത് വേണം. ഓക്കെ ആണല്ലോ. പ്രോബ്ലം ആയിട്ട് വേണമെങ്കിൽ 1-2 ചോദിക്കുക. ഒരു വസ്തു 100 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 10 സെക്കൻഡ് സമയമെടുത്തു. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 100 മീറ്റർ ഉണ്ട്, 10 സെക്കൻഡ് ഉണ്ട്. ഇത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരമായിട്ട് എടുക്കാം. ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? സമയമായിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കണ്ടെത്തുകയല്ലേ ചോദ്യം. v = s/t എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പം 100/10 = 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. എളുപ്പമാണല്ലോ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഈ വാക്ക് പറയാൻ വേണ്ടിയാണ് ഈ ഡെഫിനിഷൻ നമ്മൾ ഇവിടെയും പറഞ്ഞത്. ഏത് വാക്ക്? നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ്. ഓക്കെ ആണല്ലോ. ഇത്രയും നമ്മൾ ഈ ചാപ്റ്ററിന് ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞ ഏതൊക്കെ ടേംസാ? റെസ്റ്റ്, മോഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. നിശ്ചലം, ചലനം, ദൂരം, സ്ഥാനാന്തരം, പിന്നീട് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗവും. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്തൊരു ടേമിലേക്ക് പോവാണ്. ഇവിടെ തൊട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചോ. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്ന ടേമാ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെയാണേ. ഈ വാക്ക് നമ്മൾ ചെറുതായിട്ടൊക്കെ എവിടെ കേട്ടിട്ടുണ്ട്. ആക്സിലറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ആക്സിലറേറ്റ് ചെയ്യുക. വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ആക്സിലറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും അല്ലേ. അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ വെലോസിറ്റി, നമ്മൾ സ്പീഡ് എന്ന് പറയുന്ന ടൈമല്ല, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്ന ടൈമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതിൻ്റെ പ്രവേഗം കൂട്ടുന്നതാണ്. സമയം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രവേഗം കൂടുകയാണെങ്കിൽ, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആക്സിലറേഷൻ എന്ന് പറയും. വെലോസിറ്റി കുറഞ്ഞുകൂടെ? ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കുറയാവോ? കുറയാം. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്താൻ പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുവാണ്? കുറയുകയാണ്. അവിടെയും നമ്മൾ ആക്സിലറേഷൻ എന്നാണോ പറയുന്നത്? അവിടെ നമ്മൾ ടേം കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഏതാ? നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും അല്ലേ. നെഗറ്റീവ് ത്വരണം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നൊക്കെ ഉള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് അധികം അങ്ങനെ വേണ്ടത് ഒന്ന് അറിഞ്ഞിരിക്കുക. നെഗറ്റീവ് ആക്സിലറേഷൻ, വേഗത കുറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണം എന്നൊക്കെ പറയുമെന്ന്. ഓക്കെ ആണല്ലോ. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പറയാം. ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ അതിൻ്റെ സിമ്പിൾ ഒന്ന് പറയാം. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ സിമ്പിൾ എ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ സിമ്പിൾ, അതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ പറയും. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞ ഡെഫിനിഷൻ പറയുന്നതായിരിക്കും എളുപ്പം. ഓക്കെയാണേ. ഇക്വേഷൻ പറയുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ. ഇവിടുന്നാണ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വൈ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു വസ്തു സഞ്ചരിക്കുക. അപ്പം നമ്മൾ ആദ്യം നോക്കുന്ന പോയിന്റ് ഏതാ? എക്സ് ആണ്. ഓക്കെ ആണല്ലോ. അവസാനം അല്ലെങ്കിൽ രണ്ടാമത് നോക്കുന്ന പോയിന്റ് ഏതാ? വൈ ആണ്. ഈ എക്സിനെ നമുക്ക് ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ആദ്യ സ്ഥാനം എന്ന് പറയാം. എന്ത് പറയാം? ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ആദ്യ സ്ഥാനം. നമ്മൾ എവിടുന്നാണോ നോക്കി തുടങ്ങുന്നത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ആദ്യ സ്ഥാനം. ഓക്കെ ആണേ. അപ്പം വൈയെ നമുക്ക് എന്ത് വിളിക്കാം? ഫൈനൽ പൊസിഷൻ അല്ലെങ്കിൽ അന്ത്യസ്ഥാനം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഫൈനൽ പൊസിഷൻ അല്ലെങ്കിൽ അന്ത്യസ്ഥാനം. അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്ഥാനമുണ്ട്. ഏതൊക്കെയാ? എക്സ് എന്ന് പറയുന്ന ഒരു ആദ്യ സ്ഥാനം അല്ലെങ്കിൽ ഇനിഷ്യൽ പൊസിഷൻ ഉണ്ട്. വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്ഥാനം അന്ത്യസ്ഥാനം അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ ഉണ്ട്. ഇവിടെ നമുക്കപ്പോഴ് ഇവിടുന്ന് തുടങ്ങുന്ന വെലോസിറ്റി ആയിരിക്കും ഇവിടെയും. അല്ല, നമുക്ക് ആക്സിലറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ എന്തു കൂടണം? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കൂടണം. അപ്പോൾ ഇവിടെയും ഒരു വെലോസിറ്റി ഉണ്ട്, ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 2 പ്രവേഗം ഇല്ലേ. അപ്പോൾ നമുക്ക് വി എന്ന് പറയുന്ന സിമ്പിൾ മാത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് വെലോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 2 ടേം പറയും, വിയും യുവും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ആദ്യ സ്ഥാനത്തെ വെലോസിറ്റിയെ, ഇനിഷ്യൽ പൊസിഷനിലെ വെലോസിറ്റിയെ നമ്മൾ യു ഉപയോഗിച്ചും പറയും. അന്ത്യസ്ഥാനം അല്ലെങ്കിൽ ഫൈനൽ പൊസിഷനിലെ വെലോസിറ്റിയെ നമ്മൾ വി ഉപയോഗിച്ചും പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ യു എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും എന്താ? വെലോസിറ്റീസ് അല്ലെങ്കിൽ പ്രവേഗമാണ്. ഇനിഷ്യൽ വെലോസിറ്റി ആണ്, ആദ്യ പ്രവേഗമാണ് ഏത്? യു. ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ് ഏത്? വി. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ടേംസ് ആണ്. എന്തായാലും എക്സ് എന്ന് പറയുന്ന പോയിന്റ് ചെയ്ത് വൈ എന്ന് പറയുന്ന പോയിന്റിൽ എത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്ത് എത്താൻ വേണ്ടി, ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷൻ എത്താൻ വേണ്ടി ഒരു സമയം എടുക്കത്തില്ലേ? ആ സമയത്തെ നമ്മൾ ടൈം ടി എന്ന് വിളിക്കും. ആ സമയത്തെ നമ്മൾ എന്ത് വിളിക്കും? ടൈം ടി എന്ന് വിളിക്കും. വളരെ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അവിടെ ഒരു സമയമുണ്ട്, ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു
ടൈം ഇൻ്റർവൽ ഉണ്ട്, ഒരു സമയ ഇടവേളയുണ്ട്. അവിടെ നിന്നായിരിക്കും എക്സിന്ന് വൈയിലെത്തിയത്. ഓക്കെ ആണേ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടേ നമ്മൾ അതിൻ്റെ എന്ത് പറയുന്നുള്ളൂ, ഡെഫിനിഷൻ പറയുന്നുള്ളൂ. ശ്രദ്ധിച്ചോ. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ സിമ്പൽ എ ആണ്. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ സിമ്പൽ ഏതാ? എ ആണ്. അതിൻ്റെ ഇക്വേഷൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇക്വേഷൻ എന്താണ്? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആ. ദാ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 1-2 കാര്യങ്ങൾ വേണം. അതിൻ്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിൽ സമയം ടി ഉണ്ട്. ഡിനോമിനേറ്ററിലെ ഛേദത്തിൽ ആരുണ്ട്? സമയം ടി. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കും? നിരക്ക് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ സമയമുണ്ട്, ന്യൂമറേറ്ററിൽ മുകളിൽ ആരുണ്ടെന്നൊക്കെ വി മൈനസ് യു ആണ്. എന്താണത്? വി മൈനസ് യു. അതിനെ നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടെ താ നോക്കേ, യുവിൽ നമ്മൾ പറയാം ആദ്യം നോക്കിയ സമയത്ത് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം പ്രവേഗം. വന്ന് നിന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ നോക്കി അവസാനിപ്പിച്ചത് ആ സമയത്ത് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം. അപ്പോൾ എത്ര ഇവിടെ പ്രവേഗമാറ്റം വന്നത്? 5-ന്ന് 10 ആയപ്പോൾ എത്ര? 5 മീറ്റർ പെർ സെക്കൻഡ് കൂടി. ആ മാറ്റം അല്ലെങ്കിൽ ആ വ്യത്യാസമാണ് നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്രവേഗമാറ്റം എന്ന് പറയും. ഓക്കെ ആണേ. ഇനി ഞാൻ ഡെഫിനിഷൻ ആക്കിക്കൂടെ? ആക്സിലറേഷൻ അപ്പോൾ എന്താ? ആക്സിലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ പഠിച്ചാൽ മതി. അതിൻ്റെ എന്താക്കാൻ വേണമെങ്കിൽ ഡെഫിനേഷൻ ആക്കാം. ഓരോ ടേംസും അറിയാമല്ലോ. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ്, വി ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം, യു ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യപ്രവേഗം, ടി എന്ന് പറയുന്നത് ടൈമാണ്. ഡെഫിനേഷൻ നമ്മൾ എങ്ങനെ പറഞ്ഞു? ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം എന്നോ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നോ പറയാം അല്ലേ. ത്വരണം എന്ന് പറയുന്നത് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. ദാ ഇക്വേഷൻ പറയാം. ഇവിടെ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് വെച്ചാൽ 10 മീറ്റർ. ഇവിടെ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്താ? 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. പ്രവേഗത്തിൻ്റെ വ്യത്യാസം എടുത്താലും മീറ്റർ പെർ സെക്കൻഡിൽ ഒരു വാല്യൂ കിട്ടും. ബൈ സെക്കൻഡ് ഇല്ലേ? അപ്പോൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആക്സിലറേഷൻ്റെ സിമ്പൽ അറിയാം, ഇക്വേഷൻ അറിയാം, യൂണിറ്റ് അറിയാം. അവിടെ നമ്മൾ 1-2 പ്രോബ്ലംസ് ചെയ്യാൻ പോവുക. ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട് 1-2 പ്രോബ്ലംസ് ചെയ്യാൻ പോവുക. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് വേണം അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് പറയാം. ഏതൊക്കെ വാല്യൂസ് വേണം? ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം വേണം അല്ലേ. ദാ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. 10ാമത്തെ സെക്കൻഡിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 10ാമത്തെ സെക്കൻഡിൽ ഒരു വസ്തുവിൻ്റെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡും 15ാമത്തെ സെക്കൻഡിൽ അതിൻ്റെ പ്രവേഗം 45 മീറ്റർ പെർ സെക്കൻഡുമാണ്. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഓക്കെ ആണേ. ആ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞേക്കുന്നത്. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് 10th second ഈസ് 30 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് അറ്റ് 15th second ഈസ് 45 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാ അവിടെ നമുക്ക് 10ാമത്തെ സെക്കൻഡിലെ ആദ്യത്തെ സമയം, 15ാമത്തെ സെക്കൻഡിലെ രണ്ടാമത്തെ സമയം, ഈ ആദ്യത്തെ സമയത്തെ പ്രവേഗത്തെ നമുക്ക് യു എന്ന് വിളിച്ചൂടെ? ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് വിളിച്ചൂടെ? അതെത്ര? 30 മീറ്റർ പെർ സെക്കൻഡ്. ഈ 15ാമത്തെ സെക്കൻഡിലെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി അല്ലേ അവസാനത്തെ പ്രവേഗം അല്ലെങ്കിൽ അന്ത്യപ്രവേഗം, ഫൈനൽ വെലോസിറ്റി എന്ന് വിളിക്കാമല്ലോ, വി എന്ന് വിളിച്ചൂടെ? അതെത്ര? 45 മീറ്റർ പെർ സെക്കൻഡും. നമുക്ക് ടൈം വേണം. ഇത് നോക്കേ, നമ്മൾ നോക്കിയ ആദ്യത്തെ സമയം 10 സെക്കൻഡും രണ്ടാമത്തെ സമയം 15 സെക്കൻഡും അല്ലേ. അപ്പോഴാ ടൈം ഇൻ്റർവെൽ അല്ലെങ്കിൽ ആ സമയ ഇടവേള എത്ര? 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെ. എത്ര സെക്കൻഡ് സമയമുണ്ട്? 5 സെക്കൻഡ് സമയമുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് ആവശ്യമായ എല്ലാ വാല്യൂസും ഉണ്ടോ നോക്കേ. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, പിന്നെ ഫൈനൽ വെലോസിറ്റി ഉണ്ട്, സമയമുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്, സമയമുണ്ട്. ആക്സിലറേഷൻ എ കണ്ടുപിടിച്ചൂടെ? എ ഈക്വൽ ടു ഇക്വേഷൻ പറ, വി മൈനസ് യു ബൈ ടി ആണ്.
എന്ന് പറയുമ്പം 45 മൈനസ് 30/5 15/5 ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. എളുപ്പത്തിൽ ചെയ്തൂടെ? ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. അടുത്തൊരു ചോദ്യത്തിനകത്ത് പറയുക വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് 12th സെക്കൻഡ്. അപ്പം നമ്മൾ നോക്കുന്നത് എവിടുന്ന് വേണമെങ്കിലും നോക്കാം. നമ്മളിങ്ങനെ സമയം നോക്കി വന്നിട്ട് 10ാമത്തെ സെക്കൻഡിൽ നോക്കാം, അല്ലെങ്കിൽ 5ാമത്തെ സെക്കൻഡിൽ നോക്കാം, 15ാമത്തെ സെക്കൻഡിൽ നോക്കാം. എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ വെലോസിറ്റി അളക്കാം. 12ാമത്തെ സെക്കൻഡിൽ നമ്മൾ നോക്കിയിട്ട് 12ാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ ആണേ. പിന്നെ നമ്മൾ നോക്കിയത് 18ാമത്തെ സെക്കൻഡിലാണ്. 18ാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി 55 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമ്മൾ കണ്ടു. ഈ സമയ ഇടവേളയിൽ, ഈ ടൈം ഇൻ്റർവെല്ലിലെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഓക്കെ ആണേ. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടെത്താൻ വേണ്ടി ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? A = v-u/t ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അതിന് മുന്നേ നമുക്ക് വാല്യൂസ് എടുത്ത് എഴുതണ്ടേ? പറഞ്ഞേ, 12ാമത്തെ സെക്കൻഡ് അല്ലേ നമ്മൾ ആദ്യം നോക്കിയ സമയം. ആ സമയത്തെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം u എന്ന് വിളിച്ചൂടെ? അതെത്ര? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ അവസാനമായി നോക്കി നിർത്തിയത് ഏത് സമയത്താ? 18ാമത്തെ സെക്കൻഡിലല്ലേ. അപ്പോൾ ആ സമയത്തെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തെ നമുക്ക് ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞൂടെ? അതെത്ര? 55 മീറ്റർ പെർ സെക്കൻഡാ. ഓക്കെ ആണല്ലോ. 12 സെക്കൻഡ് മുതൽ 18 സെക്കൻഡ് വരെ എത്ര സെക്കൻഡ് സമയമുണ്ട്? 6 സെക്കൻഡ് സമയമുണ്ട്. അപ്പോൾ സമയവുമായി. അപ്പോൾ നമുക്ക് നോക്കേ, വേണ്ടുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടെത്താൻ ആവശ്യമായ വാല്യൂസ് എല്ലാം ആയില്ലേ? ഇക്വേഷനകത്ത് കൊടുക്കാം. v എത്ര? 55 ആണ്. u എത്ര? 30 ആണ്. ടൈം t എത്ര? 6. 55 മൈനസ് 30 എത്ര? 25. 25/6. ഡെസിമൽ ആക്കണം. നമുക്ക് ഡെസിമൽ ആക്കാം. 25/6 ഇതേപോലെ ചെയ്താൽ പോലെ. 6 4 24 ആണ്. ഇതുപോലെ നമുക്ക് ഡെസിമൽ ആക്കുമ്പം 4 എത്ര വട്ടം പറ്റും? 6. 4.16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനിയും പോവും. നമുക്ക് 2 ഡെസിമൽ വെച്ച് നിർത്താം. ഓക്കെ ആണല്ലോ. ആവശ്യമുണ്ട് നമുക്ക് ഡെസിമൽ ആക്കാം, ഇല്ലെങ്കിൽ ഫ്രാക്ഷനിൽ നിർത്തിയാലും മതി. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞ്? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ട് അതിൻ്റെ 2 പ്രോബ്ലംസും ചെയ്തു. ഓക്കെ ആണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. ഇങ്ങനെ പറഞ്ഞേക്കുക, നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു വസ്തു സഞ്ചരിച്ചു തുടങ്ങി. എവിടുന്നാ? നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു വസ്തു സഞ്ചരിച്ചു തുടങ്ങി. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ വസ്തുവിൻ്റെ പ്രവേഗം 48 മീറ്റർ പെർ സെക്കൻഡായി. ഓക്കെ ആണല്ലോ. അതിൻ്റെ ത്വരണം കണ്ടെത്തുക അല്ലെങ്കിൽ ആക്സിലറേഷൻ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ആകെ നമുക്ക് ഒരു വാല്യൂ ഉള്ളു ഇവിടെ. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 48 മീറ്റർ പെർ സെക്കൻഡായി. ആ വസ്തു തുടങ്ങിയത് എവിടുന്നാ? നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങിയിട്ട് 6 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് 48 മീറ്റർ പെർ സെക്കൻഡ് ആയത്. അപ്പോൾ അവിടുത്തെ സമയം എത്ര? 6 സെക്കൻഡാ. സമയം എത്രയാണ്? 6 സെക്കൻഡ്. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ രണ്ടാമത്തെ പ്രവേഗമാണിത്. ഏത്? 48 മീറ്റർ പെർ സെക്കൻഡ്. അതിന് നമ്മൾ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയും. അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര? u എത്ര? നമ്മളവിടെ പറഞ്ഞിരുന്നു ആ വസ്തു എവിടുന്നാ തുടങ്ങിയത്? നിശ്ചലാവസ്ഥയിൽ നിന്നും. എവിടുന്നാ തുടങ്ങിയത്? നിശ്ചലാവസ്ഥയിൽ നിന്നും. എന്നുവെച്ചാൽ റെസ്റ്റിൽ നിന്നാണ് ഒബ്ജക്റ്റ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഒരു വസ്തു റെസ്റ്റിൽ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അത് സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രവേഗം 0 ആണ്. നമുക്ക് ആവശ്യമായ വാല്യൂസ് ഇല്ലേ? t ഉണ്ട്, u ഉണ്ട്, v ഉണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. a = v-u/t എന്ന് എടുക്കാം അല്ലേ? v 48 ആണ്, u 0 ആണ്, t എത്ര? 6. 48/6 ചെയ്താൽ പോരെ? എത്ര കിട്ടും? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം നോക്കേ. പത്താമത്തെ സെക്കൻഡിൽ ഒരു വസ്തുവിൻ്റെ പ്രവേഗം അറ്റ് 10th സെക്കൻഡ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ ആണേ. 20ാമത്തെ സെക്കൻഡിൽ ആ വസ്തുവിൻ്റെ പ്രവേഗം 70 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുവാണ്. 70 എന്നല്ല, നമുക്ക് ആ വെലോസിറ്റി ഒന്ന് കുറച്ചെടുക്കാം.
അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടിയതാണോ വെലോസിറ്റി കുറഞ്ഞതാണോ? വെലോസിറ്റി കുറഞ്ഞതാണ്. നമ്മൾ ഈ ഒരു കാര്യം കൂടെ ചെയ്യും. നമ്മൾ ഇതിനകത്ത് വെലോസിറ്റി കൂടിയ കാര്യം പറഞ്ഞതായതുകൊണ്ട് ഒരു ചോദ്യം കുറഞ്ഞത് വെച്ച് പറയുക. വെലോസിറ്റി ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വെലോസിറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കാം? 40 ആയിട്ട് എടുക്കാം. എന്തായിട്ട് എടുക്കാം? 40 അല്ലേ. 10ാം സെക്കൻഡിലെ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിന് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിളിച്ചു. 20ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിന് നമ്മൾ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം വി എന്ന് വിളിച്ചു. 10 മീറ്റർ പെർ സെക്കൻഡ്. 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ സമയം എത്ര? 10 മുതൽ 20 വരെ 10 സെക്കൻഡ് സമയം. അപ്പോൾ ടി ഈക്വൽ ടു 10 സെക്കൻഡ് എന്ന് എടുത്തു അല്ലേ. നമ്മുടെ ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടെത്തുകയല്ലേ ചോദ്യം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഉപയോഗിക്കാം. വി എത്ര? 10. യു എത്ര? 40 ബൈ ടി എത്ര? 10. ഓക്കെ ആണേ. 10 മൈനസ് 40 എന്ന് വെച്ചാൽ 10ൻ്റെയും 40ൻ്റെയും വ്യത്യാസം എത്ര? 30. വലുതിൻ്റെ സിമ്പിളായ 40ൻ്റെ സിമ്പിളായ മൈനസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ബൈ 10. ഓക്കെ ആണല്ലോ. -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ മൈനസ് സൂചിപ്പിക്കുന്ന എന്താ? അതിൻ്റെ വേഗത. അവിടെ കറക്റ്റായിട്ട് ആക്സിലറേറ്റ് ചെയ്തോ? ഇല്ല. വേഗത എന്ത് ചെയ്തതാ? കുറഞ്ഞതാണ്. വേഗത കുറഞ്ഞു. അവിടെ നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ ആണല്ലോ. അങ്ങനെ വന്നാലും മതി. ഇവിടെ വസ്തുവേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഇങ്ങനെ പറയും 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് പോയി. അപ്പോൾ അടുത്ത ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കും? 0 ആയിട്ട് എടുക്കും. ആ ഒരു ചോദ്യം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ ആണേ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ എന്തൊക്കെയാ? അത് നമ്മൾ കുറച്ച് ടേംസ് പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ എന്ന് വെച്ചാൽ അതിൻ്റെ എന്ത് മാറുന്നില്ല? സ്ഥാനം മാറുന്നില്ല. പിന്നെ നമ്മളെന്ത് പറഞ്ഞു? സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലനാവസ്ഥ. എന്തു അത്? സമയം മാറുന്നതിനനുസരിച്ച് സ്ഥാനം മാറുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മളെന്ത് പറഞ്ഞു? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം പറഞ്ഞു അല്ലേ. ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാലും എന്തുവാ? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോഴാണ് ഏത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. അത് എന്തിൻ്റെ റേറ്റാ? എന്തിൻ്റെ നിരക്കാ? സ്ഥാനാന്തരത്തിൻ്റെ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം പറഞ്ഞു. അതെന്തിൻ്റെ നിരക്കാ? പ്രവേഗമാറ്റത്തിൻ്റെ. ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ നിരക്ക് അല്ലെങ്കിൽ റേറ്റാണ് ഏത്? ആക്സലറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ 1-2 പ്രോബ്ലംസ് ആയി ഇതേപോലെ ചുമ്മാ വാല്യൂസ് കൊടുത്തൊക്കെ തനിയെ ചെയ്തു നോക്കാൻ പറ്റും. ചെയ്തു നോക്കി ക്ലാസ്സിൻ്റെ കൂടെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരണേ. നമ്മളിതാ ഈ ചാപ്റ്ററിനകത്തുള്ള ഒരേ ഒരു കാര്യമേ പഠിച്ചിട്ടുള്ളൂ. ഏതാ? ആക്സലറേഷൻ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.